ഇന്ന് നമുക്ക് വിശ്വാസം, ശാസ്ത്രം എന്ന രണ്ട് വിഷയത്തെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാമെന്നാണ് വിചാരിക്കും. വിശ്വാസവും ശാസ്ത്രവും ഒത്തുപോകുമോ ഒത്തുപോകില്ലയോ എന്നുള്ള വിഷയം. പലരും ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ള പൊതുവെയുള്ള അഭിപ്രായം, വിശ്വാസി എന്ന് പറയുന്ന ആൾ ദുർബലനാണ്, വിശ്വാസി ഭീരുവാണ് എന്നുള്ള അടിസ്ഥാനത്തിലാണ് വിശ്വാസികളെ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം ശരിയാണോ എന്നാണ് പരിശോധിക്കുന്നത്. ശാസ്ത്രം എന്ന് പറയുന്നത് പല കാര്യങ്ങളെക്കുറിച്ചും യുക്തിയുടെയും ബുദ്ധിയുടെയും യാഥാർത്ഥ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ നിർവചിക്കുന്നതാണ് ശാസ്ത്രം. അത് അടിസ്ഥാനമുള്ളതാണ്, അത് സത്യമാണ് എന്നാണ് ശാസ്ത്രത്തിൻ്റെ അന്തിമമായിട്ടുള്ള തീരുമാനം. അപ്പോൾ അതിനെ അപേക്ഷിച്ച് വിശ്വാസം ശാസ്ത്രീയമല്ല, അത് യുക്തിക്കും ബുദ്ധിക്കും ചേരുന്നതല്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് വിശ്വാസിയെ ബലഹീനനും ഭീരുവുമായിട്ട് ചിത്രീകരിക്കുന്നത്. ലോകത്തിൽ നാനാജാതി മതസ്ഥർ ഉൾക്കൊള്ളുന്നതാണ് ഈ ലോകം. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഉള്ള ആളുകൾ, തെളിവുള്ളതും തെളിവില്ലാത്തതുമായ ആശയങ്ങളെ പിന്തുടരുന്നവരും അവരും വിശ്വാസികളാണെന്നാണ് അവരുടെ അഭിപ്രായം. അപ്പം വിശ്വാസം എന്നുള്ള ആ വാക്കിന് അതിന് തന്നെ യാതൊരു അർത്ഥമൊന്നുമില്ല. ഏത് വിഷയത്തിലാണ് വിശ്വാസം എന്നുള്ള കാര്യത്തിലാണ് അതിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത്. അബദ്ധങ്ങളെയും അന്ധതകളെയും വിശ്വാസത്താൽ ചുമന്നുകൊണ്ട് നടക്കുകയും അതിൻ്റെ പേരിൽ ചെയ്യുന്ന ക്രിയകളും ഇന്നും വളരെ ഊർജ്ജസ്വലതയോടുകൂടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തെളിവില്ലാത്ത കാര്യങ്ങൾക്കും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രയോജനം ലഭിക്കുമെന്നുള്ളതാണ് ഭൂരിപക്ഷം ആളുകളുടെയും വിചാരം. സത്യമല്ലാത്തൊരു കാര്യം എത്ര പേര് വിശ്വസിച്ചാലും അത് സത്യമാകയില്ല. അപ്പം സത്യവും അസത്യവും തമ്മിൽ ഉള്ള വ്യത്യാസം മനസ്സിലാക്കിയെടുക്കുന്ന വഴിക്ക് നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി. ശാസ്ത്രം കണ്ടെത്തുന്ന സത്യങ്ങൾ അത് യുക്തിക്കും ബുദ്ധിക്കും യാഥാർത്ഥ്യങ്ങൾക്കും നിരക്കുന്ന സംഗതികളാണ് എന്ന് ശാസ്ത്രം തന്നെ പറയും. അപ്പോൾ വിശ്വാസവും അതുപോലെ ബലമുള്ളതാകണമെങ്കിൽ നമ്മുടെ യുക്തിയും ബുദ്ധിയും സമ്മതിച്ചു തരുന്ന ആശയങ്ങളെക്കുറിച്ചുള്ള ഉറപ്പായിരിക്കണം എന്നുള്ളതാണ്. ഒരു വിശ്വാസി യുക്തിബോധവും ശാസ്ത്രബോധവും ഇല്ലാത്തവനായിരിക്കുന്നു എന്നുള്ള ചിന്തയാണ് അവൻ ഭീരുവായി ഇരിക്കുന്നു എന്ന് ആളുകൾ പറയാനുള്ള കാരണം. അപ്പം ഇത് തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നതെന്നാണ്. വിശ്വാസവും ശാസ്ത്രവും രണ്ടും പൊരുത്തപ്പെട്ടെങ്കിൽ മാത്രമേ വിശ്വാസവും ശാസ്ത്രവും സത്യമാവുള്ളൂ എന്നുള്ളതാണ്.
ലോകത്തിലെ ഏറ്റവും ശാസ്ത്രീയമായ ഗ്രന്ഥം ബൈബിളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെ സംശയമുള്ളവർക്ക് വേണമെങ്കിൽ അത് നേരിട്ട് സംസാരിച്ച് നമുക്ക് അതിൻ്റെ തെളിവുകൾ ശേഖരിക്കാവുന്നതാണ്. ശാസ്ത്രീയ സത്യങ്ങളും ദൈവിക സത്യങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയ സമാഹാരമാണ് ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം. ബൈബിൾ കൂടാതെ ഒരുപാട് പുസ്തകങ്ങൾ ലോകത്തിലുണ്ട്. പക്ഷെ അതിൽ പല പുസ്തകങ്ങളും നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും യാഥാർത്ഥ്യങ്ങളും ചേർന്ന് ഉത്തരം നൽകുന്ന വിധത്തിലല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ബലഹീനനാണെന്നുള്ള ആ പടുപോഷത്തരം ആദ്യം അങ്ങ് കളഞ്ഞേറ്റാൽ മതി. വിശ്വാസി ബലവാനാണോ ബലഹീനനാണോ എന്നുള്ള വിഷയം മറ്റ് പല വിഷയങ്ങളിൽ കൂടിയും തെളിയിക്കേണ്ടിയിരിക്കും. ശാസ്ത്രത്തിന് കണ്ടെത്താൻ പറ്റാത്ത സത്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നവനാണ് വിശ്വാസി എന്നുള്ളതാണ് ശാസ്ത്രം ആദ്യം മനസ്സിലാക്കുന്നത്. ശാസ്ത്രം കണ്ടെത്തുന്നത് കാര്യങ്ങളുടെ നിർവചനങ്ങളെക്കുറിച്ച് മാത്രമാണ്. കാരണത്തിൻ്റെ നിർവചനം കണ്ടെത്തുവാൻ ശാസ്ത്രത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വലിയ സത്യം. ഏതൊരു കാര്യത്തെയും നമ്മൾ വിലയിരുത്തുന്നത് കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ഈ കാര്യകാരണങ്ങൾ മനുഷ്യൻ്റെ യുക്തിക്കും ബുദ്ധിക്കും ബോധ്യപ്പെടുന്ന നിർവചനങ്ങളിലേക്ക് അവനെ എത്തിക്കാത്ത പക്ഷം അങ്ങനെയുള്ള നിർവചനങ്ങളും വിശ്വാസവും അടിസ്ഥാനരഹിതമാണ്, അത് അസത്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസം ശാസ്ത്രീയമായി തന്നെ ഇരിക്കണം. അപ്പം നമ്മൾ പറയുന്നത് ഏത് വിഷയത്തെക്കുറിച്ചുള്ള വിശ്വാസമാണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ലോകത്തിൽ നിലവിലിരിക്കുന്ന ഒരുപാട് അബദ്ധവിശ്വാസങ്ങളെക്കുറിച്ച് പറയേണ്ടി വരും. എണ്ണിയെടുത്ത് ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നിർവചിക്കേണ്ടി വരും. അപ്പം നമുക്ക് എളുപ്പത്തിനായിട്ട് ഏത് വിഷയത്തെക്കുറിച്ചുള്ള വിശ്വാസമാണ് നമുക്ക് ആവശ്യമെന്ന് പരിശോധിക്കേണ്ടതാണ് ഇപ്പോൾ നമുക്ക് ആവശ്യം. ഇന്ന് ലോകത്തിൽ നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്, ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകളുണ്ട്, ദൈവവിശ്വാസമുള്ള ആളുകൾ. പലരും പല കാര്യങ്ങളിലും അറിഞ്ഞും അറിയാതെയും പല കാര്യങ്ങളെ വിശ്വസിക്കും. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ചിലർ വിശ്വസിച്ച് അങ്ങനെ കഴിഞ്ഞു പോകുന്നു. അതിനെ വെറും സങ്കല്പങ്ങൾ എന്നേ പറയാം. നാം ഒരു വിഷയത്തെക്കുറിച്ച് എന്ത് വിശ്വാസമാണ് അത് പ്രവൃത്തിയിൽ കൂടെ കാണിക്കാൻ പറ്റിയത് എന്നത് അതിനൊരു ദൃഷ്ടാന്തം പറയാം. നമ്മുടെ കർത്താവ് ലാസറിൻ്റെ സ്നേഹിതനായിരുന്നു. ലാസർ ദീനമായി കിടന്നപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ആളെ അയച്ചു. പക്ഷേ യേശു വന്നില്ല. ലാസർ മരിച്ച് 4 ദിവസമായപ്പോഴാണ് യേശു വരുന്നത്. അങ്ങനെ യേശു വരുന്ന സമയത്ത് മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി, ഞാൻ അവനെ ഉണർത്തുമെന്നാണ്. കർത്താവ് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അവിടെ ഒരു വിശ്വാസത്തെക്കുറിച്ചാണ്. അപ്പം മാർത്ത എന്താണ് അവിടെ വിശ്വസിക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും.
അപ്പോൾ മാർത്ത പറഞ്ഞു, ഒടുക്കത്തെ നാളിൽ ആ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ മാർത്തയിലുണ്ടായിരുന്ന വിശ്വാസം ഏതാ? മരിച്ചവരിൽ നിന്ന് ലാസർ മടങ്ങി വരുമെന്നുള്ള വിശ്വാസമായിരുന്നു. അത് അന്ധവിശ്വാസമല്ലായിരുന്നു എന്ന് കർത്താവോടെ സ്ഥാപിക്കുക. എങ്ങനെയാണ് സ്ഥാപിച്ചത്? കല്ലറയ്ക്കൽ ചെന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു. ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നു. ഇങ്ങനെയുള്ള തെളിവായ കാര്യങ്ങൾ, പ്രവർത്തിക്കാൻ പറ്റുന്നതായ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. അതല്ലാതെ നമ്മുടെ ബുദ്ധിയിൽ വന്നെത്തുന്ന ചില സങ്കല്പങ്ങളെയും മാനുഷികമായ ചിന്തകളും ഇതെല്ലാം സംഭവിച്ചുകൊള്ളുമെന്ന് വിചാരിക്കുന്നത് അത് വിശ്വാസത്തിൽപ്പെട്ടതല്ല. അത് അന്ധവിശ്വാസവും അസത്യങ്ങളിലും പെട്ട കാര്യങ്ങൾ. ചില ആളുകൾ പറയുന്നത്, ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാം, പക്ഷെ ഒരു കാര്യം, ദൈവം നേരിട്ട് വന്ന് എനിക്ക് പ്രത്യക്ഷനാകണം, എന്നാലും ഞാൻ വിശ്വസിക്കും. ദൈവത്തിന് അങ്ങനെ ഒരുത്തിന് നേരിട്ട് പ്രത്യക്ഷനായിട്ട് എന്നെ വിശ്വസിച്ചു കൊള്ളണമെന്ന് ദൈവത്തിന് ആഗ്രഹമൊന്നുമില്ല. അപ്പോൾ ദൈവത്തെ എങ്ങനെയാണ് അറിയേണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം ദൈവം കൃത്യമായിട്ട് മനുഷ്യനെ അറിയിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച മഹാദൈവം കേവലം പുഴുവായിരിക്കുന്ന ഒരുത്തിന് പ്രത്യക്ഷപ്പെടുവാനിവിടെ വരിക എന്നൊക്കെ പറയുന്നത് ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയിൽ നിന്നും പറയുന്ന ചിന്തയും ആശയങ്ങളാണ്. റോമാലേഖനത്തിൽ നിന്നൊരു വാക്യമായി 1-ാം അധ്യായത്തിൻ്റെ അതിലൊരു വാക്യം പറയാം. റോമാലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. വായിച്ചേ വാക്കി. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ ദിവ്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. ഇവിടെ ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ അറിയേണ്ടുന്ന കാര്യങ്ങൾ ദൈവം അറിയിച്ചിരിക്കുന്നു എന്നാണ്. ആ വഴിയിൽ കൂടി എന്നെ അറിഞ്ഞുകൊള്ളണം. ഞാൻ നേരിട്ട് ഇറങ്ങി വന്ന് നിങ്ങൾക്കാർക്കും പ്രത്യക്ഷനാകുന്നതല്ല. കാരണം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവം അത്യുന്നതനാണ്, അദൃശ്യനാണ് എന്നുള്ള കാര്യവും മനുഷ്യൻ ഓർക്കണം. അപ്പം ദൈവത്തെക്കുറിച്ച് അറിയേണ്ടത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു മനുഷ്യർക്ക്. എന്താ അവിടെ വെളിവാക്കിയിരിക്കുന്ന കാര്യം? അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. യഹോവയുടെ നിത്യശക്തി, ദിവ്യത്വം, ഇത് രണ്ടും അദൃശ്യ ലക്ഷണങ്ങളാണ്. ഇത് രണ്ടും മനുഷ്യന്
നേരിട്ട് ദൃശ്യമാകാവുന്ന ലക്ഷണങ്ങളല്ല. ലോക സൃഷ്ടി മുതൽ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ദൈവത്തിൻ്റെ സൃഷ്ടവസ്തുക്കളിൽ കൂടെ ദൈവത്തിനെ കുറിച്ചുള്ള അറിവ് ലഭിക്കുന്ന വിധത്തിലാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. കാരണം അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. ദൈവമേ, നിന്നെക്കുറിച്ച് അറിയാൻ ഞങ്ങൾക്കൊരു കാര്യങ്ങളും ഇവിടെ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിന്നെക്കുറിച്ച് അറിയുന്നത്? അങ്ങനെ മനുഷ്യന് പ്രതിവാദം പറയുവാൻ കാരണം കിട്ടാത്ത വിധത്തിൽ സൃഷ്ടാവായ ദൈവം തൻ്റെ കാര്യങ്ങളിൽ കൂടി തൻ്റെ മഹത്വം വെളിപ്പെട്ടിരിക്കും. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. കാര്യകാരണ ബന്ധത്തിൽ കൂടെ മാത്രമേ ദൈവത്തെങ്കിലേക്ക് എത്തുവാൻ, ദൈവത്തെക്കുറിച്ച് അറിയുവാൻ മനുഷ്യന് സാധ്യമാകുന്നു. അപ്പോൾ ഈ ആദി കാരണത്തെക്കുറിച്ച് ശാസ്ത്രം ഒന്നും പറയുന്നില്ല. ശാസ്ത്രം ആദി കാരണം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ശാസ്ത്രത്തിനില്ല. ആദി കാരണം മുഖാന്തരം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. അതിൽ വലിയ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇവിടെ വിശ്വാസി ചെയ്യുന്നതോ ഈ കാര്യങ്ങൾക്കെല്ലാമുള്ള ആദി കാരണമായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവനാണ് വിശ്വാസി. അവൻ ബലഹീനനാണെന്ന് ശാസ്ത്രത്തിന് തോന്നിയാൽ ശാസ്ത്രത്തിന് തെറ്റിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ കാര്യകാരണ വിചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നു. പല സൃഷ്ട വസ്തുക്കളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ സൃഷ്ട വസ്തുക്കളിലും ആ സൃഷ്ടിയുടെ പിന്നിൽ ഒരു ബുദ്ധിയും ശക്തിയും ജ്ഞാനവുമുള്ള ഒരു മനസ്സ് പ്രവർത്തിക്കുന്നതായിട്ട് കാണാം. അത് ശാസ്ത്രം തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. പ്രപഞ്ചം ഫൈൻ ട്യൂണിങ് യൂണിവേഴ്സാണെന്ന് ശാസ്ത്രം സംബന്ധിച്ചിരിക്കുക. ഭൂമിയെ മനുഷ്യന് വേണ്ടി പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്നു എന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. ഇത് യാദൃച്ഛിക സംഭവമല്ല. അപ്പം ഈ യാദൃച്ഛിക സംഭവമല്ല എന്ന് പറയുമ്പോഴും ഇതിനൊരു സൃഷ്ടാവുണ്ടെന്ന് സമർത്ഥിക്കാൻ ശാസ്ത്രം ആരെയും നിർബന്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സൂര്യചന്ദ്ര നക്ഷത്രാദികൾ, കോടിക്കണക്കിന് ഗാലക്സികൾ, ഇതിൻ്റെ എല്ലാം ചലനം, അതിൻ്റെ എല്ലാം താളം, അത് അണുവിട തെറ്റാതെ ഇന്നും പാലിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ആകാശത്തിൻ്റെ വ്യവസ്ഥ എന്നാണ് വേദപുസ്തകം പറയുന്നത്. ആകാശത്തിൻ്റെ വ്യവസ്ഥ നിനക്കറിയാമോ? ഇത് അലങ്കോലപ്പെട്ട് അങ്ങനെ റോട്ടിൽ കൂടെ തലങ്ങും വിലങ്ങും വണ്ടി ഓടുന്നത് പോലെ സഞ്ചരിക്കുന്ന ഒരു സംവിധാനമല്ല ഇത്. അതിനെല്ലാം പ്രത്യേക അടുക്കും ചിട്ടയും ഉണ്ടെന്നുള്ളതാണ് അഭൗമ വസ്തുക്കളെക്കുറിച്ച് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ശാസ്ത്രം. അതുപോലെ തന്നെ ഭൂമിയിലുള്ള ജീവനുള്ള വസ്തുക്കൾ, ജീവനില്ലാത്ത വസ്തുക്കൾ, ഇവയുടെ സൃഷ്ടികൾ ഓരോന്നും നാം പരിശോധിച്ച് കഴിയുമ്പോൾ എല്ലാത്തിനും ഒരു കാരണക്കാരനുണ്ടെന്നും ഒരു ഉദ്ദേശമുണ്ടെന്നും കാണാൻ. അപ്പോൾ ഭൗമിക സൃഷ്ടികളിൽ ഏറ്റവും ഉയർന്ന പടിയിലും ഉന്നതമായ ലക്ഷ്യത്തോടു കൂടിയും ദൈവം സൃഷ്ടിച്ചിട്ടുള്ളവനാണ് മനുഷ്യനെന്ന് പറയുന്നത്. സാധാരണ ജന്തുക്കളെ പോലെ ജനിക്കുന്നു, ജീവിക്കുന്നു, നശിക്കുന്നു. അതിലുപരിയായിട്ട് മനുഷ്യനെക്കുറിച്ച് വ്യക്തമായ പ്ലാനുകൾ ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും.
ഈ പ്ലാനുകളുണ്ടെന്ന് കണ്ടെത്തുവാൻ നമ്മളെ നിർബന്ധിക്കുന്നത് നമ്മുടെ ബുദ്ധിയും യുക്തിയും ചേർന്ന വിവേകത്തിൽ നിന്നും ഉരുത്തിരിയുന്ന ചിന്തയാണ്. ഈ ചിന്തയ്ക്ക് ഉത്തരം തരുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തുവാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്കി വിഷയം അടുത്ത ദിവസം പറയാമെന്ന് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ ഇന്ന് നിർത്തുകയാണ്.